നമസ്കാരം. ആം ആദ്മി പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത്. ആ പ്രതിസന്ധി എന്നത് ദില്ലിയിലെ പരാജയം തന്നെയാണ്. ആം ആദ്മി പാർട്ടി എന്ന ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഈറ്റില്ലമായ ദില്ലിയിൽ അവർ നിലംപരിശായിരിക്കുന്നു, അവരെ നിഷ്പ്രഭരായിരിക്കുന്നു ആക്കിയിരിക്കുന്നു BJP. അതായത് രണ്ട് തവണ 2015-ലും 2020-ലും മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി ആം ആദ്മി പാർട്ടി അല്ലാതെ മറ്റാരും നിയമസഭയിൽ ഇല്ല എന്ന ഏതാണ്ട് നാമമാത്രമായ പ്രതിപക്ഷത്തെ മാത്രം ഉറപ്പാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ സാന്നിധ്യത്തിലാണ് കഴിഞ്ഞ 10 വർഷക്കാലം ആം ആദ്മി പാർട്ടി ദില്ലിയിൽ ഭരിച്ചത്. വലിയ ജനപിന്തുണയുണ്ടായിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്ന ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ അവരുടെ വോട്ട് ബാങ്ക് എല്ലാം ഒലിച്ചുപോയി എന്ന് മാത്രമല്ല, BJP 1998-ന് ശേഷം 27 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ദില്ലിയുടെ അധികാരം പിടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ദില്ലിയിൽ മാത്രം ഒതുങ്ങുന്ന പാർട്ടി, പഞ്ചാബിൽ ഭരണമുണ്ട്, തീർച്ചയായും പഞ്ചാബിലും മറ്റു ചില സംസ്ഥാനങ്ങളിലുമൊക്കെ നാമമാത്രമായ സാന്നിധ്യമുണ്ട്. പക്ഷേ ദില്ലിയിലാണ് ആം ആദ്മി പാർട്ടിയുടെ എല്ലാം. ദില്ലിയാണ് ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനം. അവിടെ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പക്ഷേ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി വരും ദിവസങ്ങളിൽ ആം ആദ്മി പാർട്ടി നേരിടാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് മറ്റൊന്നുമല്ല, സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. മാത്രമല്ല, അനുരാഗ് സിംഗ് ഠാക്കൂർ അടക്കമുള്ള BJP നേതാക്കൾ ഇതിനോടകം തന്നെ അത് ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ദില്ലി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കന്മാരെല്ലാം പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. മനീഷ് സിസോദിയയും, ദില്ലിയുടെ മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ആം ആദ്മി പാർട്ടിയുടെ രണ്ടാമനാണ്. മാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ ഒന്നാമനായ ദ സുപ്രീമോ ഓഫ് ദ പാർട്ടി എന്ന് തന്നെ പറയാവുന്ന അരവിന്ദ് കെജ്രിവാൾ, ഇവരെല്ലാം അഴിമതി ആരോപണത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയായിരുന്നു. അറസ്റ്റിലായി ജാമ്യത്തിൽ നിൽക്കുന്ന നേതാക്കന്മാരായിരുന്നു. ഇവരെല്ലാം തന്നെ വലിയ പരാജയം ഏറ്റുവാങ്ങി. അപ്പോഴും വിജയിച്ച ഒരാൾ മുഖ്യമന്ത്രി അതിഷി മർലേനയായിരുന്നു. അതായത് അപ്പോഴത്തെ സിറ്റിംഗ് മുഖ്യമന്ത്രി അതിഷി മർലേനയായിരുന്നു. അതിഷി മർലേനയെ മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചിട്ടാണ് ഇനി ജനങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രമേ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരൂ എന്ന് പറഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ച് പുറത്തുപോയത്. മുഖ്യമന്ത്രി സ്ഥാനം അതിഷിയെ ഏൽപ്പിച്ചിരുന്നുവെങ്കിലും അരവിന്ദ് കെജ്രിവാൾ തന്നെയായിരുന്നു പുറകിൽ നിന്ന് ചരട് വലിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ ഈ അതിഷി മർലേന കഴിഞ്ഞ ദിവസം വിജയിച്ചിരുന്നു. അതിഷി മർലേന മാത്രമാണ് അവരുടെ ഈ സ്ഥാപകാംഗങ്ങളിൽ വിജയിച്ച ഒരാൾ. പക്ഷേ അതിഷി മർലേനയുടെ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ വലിയ ശ്രദ്ധാകേന്ദ്രമായി കൊണ്ടിരിക്കുന്നത്. അതായത് അതിഷിയുടെ നൃത്തം, അവർ പ്രവർത്തകരുമൊത്ത് നൃത്തം ചെയ്യുന്ന രംഗങ്ങൾ, വലിയ രീതിയിൽ വിജയം ആഹ്ലാദിക്കുന്ന ദൃശ്യങ്ങൾ, ഇതെല്ലാം തന്നെ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇന്നലെ നടന്നു. ഈ വിജയാഹ്ലാദ പ്രകടനം ഇങ്ങനെ നിലംപരിശാക്കപ്പെട്ട ഒരു പാർട്ടിയുടെ സിറ്റിംഗ് മുഖ്യമന്ത്രിക്ക് യോജിച്ചതല്ല. കാരണം നേതാക്കന്മാരെല്ലാം പരാജയപ്പെട്ടു, പാർട്ടിയുടെ ഭരണം പോയി. ഇങ്ങനെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇത്തരമൊരു വിജയാഹ്ലാദ പ്രകടനം അതിഷി എന്തിന് നടത്തണം? ഇതൊരു രാഷ്ട്രീയ സന്ദേശമാണോ എന്ന ഒരു ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം രാഷ്ട്രീയ വിദഗ്ധരുടെ, രാഷ്ട്രീയ നിരീക്ഷകരുടെ ഇടയിലടക്കം നടന്നു വരുന്നത്. അതായത് അതിഷി മർലേന മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാളുമായി തെറ്റി എന്ന് പറയുന്ന പലരുമുണ്ട്. തൊട്ട് മുന്നെയാണ്, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നെയാണ് 8ഓളം MLA-മാർ ഈ ആം ആദ്മി പാർട്ടിയിൽ നിന്നും രാജിവെച്ച് BJP-യിലേക്ക് പോയത്. ആ കൂട്ടത്തിൽ അതിഷിയും പോകേണ്ടതായിരുന്നു. പക്ഷെ അവർ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രം പോയില്ല. കാരണം അരവിന്ദ് കെജ്രിവാളുമായി കടുത്ത അഭിപ്രായ വ്യത്യാസം അതിഷി മർലേനയ്ക്കുണ്ട്. ഉടൻ തന്നെ അവർ ആം ആദ്മി പാർട്ടി വിടും. അതിൻ്റെ സൂചനയാണ് ഈ ആനന്ദ നൃത്തം. അരവിന്ദ് കെജ്രിവാൾ അടക്കം തോറ്റതിൻ്റെ സന്തോഷം അതിഷി മർലേനയ്ക്കുണ്ട് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് അല്പസമയം മുമ്പാണ് അതിഷി മർലേന ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചത്. ആ രാജി സമർപ്പിക്കുന്ന വേളയിലും അവർ വളരെയധികം സന്തുഷ്ടയായിരുന്നു. അവർ പ്രതിപക്ഷ നേതാവാകുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, പ്രതിപക്ഷ നേതാവാവുക മറ്റൊരാളായിരിക്കുമെന്നും അതിഷി മർലേന ഉടൻ തന്നെ പാർട്ടി വിടും എന്നുമൊക്കെയുള്ള വാർത്തകൾ പരക്കുന്നുണ്ട്. കാരണം ഇതിനു മുന്നേ അതിഷി മർലേനയുമായിട്ടുള്ള, അല്ലെങ്കിൽ അതിഷി മർലേനയുടെ ചിത്രങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ നിന്നും ഹോർഡിങ്ങുകളിൽ നിന്നുമൊക്കെ ഒഴിവാക്കിയിരുന്നു. അതുതന്നെ ഒരു പ്രത്യേക സൂചനയാണ്. മാത്രമല്ല, ഈ അരവിന്ദ് കെജ്രിവാൾ പ്രചരണം തുടങ്ങുന്ന സമയത്ത് ചില സർക്കാർ പദ്ധതികൾ, ഇല്ലാത്ത സർക്കാർ പദ്ധതികളിന്മേൽ രജിസ്ട്രേഷൻ നടത്തിയിരുന്നു. ഈ രജിസ്ട്രേഷനെ എതിർത്തത് സർക്കാർ വകുപ്പ് തന്നെയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊരു പദ്ധതി നിലവിലില്ല എന്ന് സാമൂഹിക വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രാലയം ദില്ലിയിൽ ഉത്തരവിറക്കുകയായിരുന്നു. ഇതോടുകൂടി
വ്യാജ സ്കീമിൽ രജിസ്ട്രേഷൻ നടത്തുകയാണ് അരവിന്ദ് കെജ്രിവാൾ വോട്ടിന് വേണ്ടി എന്ന് തെളിയുന്നത് നമ്മൾ കണ്ടു. ഇതിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ കരങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് അത്തരത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം തങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയത് അല്ലെങ്കിൽ വിശദീകരണക്കുറിപ്പ് ഇറക്കിയത് എന്നത് കൂടി നമ്മൾ ഈ അവസരത്തിൽ കൂട്ടി വായിക്കണം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ പ്രതിസന്ധിയിൽ തീരുന്നില്ല. ആം ആദ്മി പാർട്ടിയിൽ അരവിന്ദ് കെജ്രിവാൾ കൂടുതൽ ഒറ്റപ്പെടുന്ന ദിവസങ്ങളാകും. നിരവധി നേതാക്കന്മാർ, സ്ഥാപക നേതാക്കന്മാർ അടക്കം വരും ദിവസങ്ങളിൽ പാർട്ടി വിട്ടുപോകാനുള്ള സൂചനയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന അതിഷി മർലേനയുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ ഇന്നലെ വിജയത്തിൻ്റെ ആഹ്ലാദ പ്രകടനം തന്നെ ഈ തോറ്റ പാർട്ടിക്ക് ചേർന്നതല്ല എന്ന ചർച്ചയും സജീവമാവുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.